ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. ഷാലോം ടിവിയുടെ വചനം തിരുവചനം പരിപാടിയിലേക്ക് സ്വാഗതം. എപ്പോഴും പ്രാർത്ഥിക്കാമോ? എപ്പോഴും പ്രാർത്ഥിക്കണമോ? ഇന്ന് നമ്മളിൽ പലരെയും അലട്ടുന്ന ഒരു ചോദ്യമാണിത്. ഏതു കാര്യത്തിനും നമ്മൾ മാതൃകയാക്കേണ്ടത് ഈശോയെ തന്നെയാണ്. ഈശോയുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്ന മനോഹരമായൊരു കാര്യം ഈശോ എപ്പോഴും പ്രാർത്ഥിച്ചിരുന്നു എന്ന് തന്നെയാണ്. 40 രാവും പകലും ഉപവസിച്ച് പ്രാർത്ഥിച്ച ഒരു അത്ഭുത വ്യക്തിത്വമാണ് ഈശോ. ജനക്കൂട്ടത്തിൻ്റെ അടുത്ത് നിന്ന് ഉൾവലിഞ്ഞ് മലയിലേക്കും വിജനപ്രദേശത്തും പോയി പ്രാർത്ഥിക്കാൻ ഇഷ്ടപ്പെട്ടിരുന്ന ഒരാളാണ് ഈശോ. ശിഷ്യന്മാരുടെ കൂടെ ഇരുന്ന് അത്താഴം കഴിക്കുന്ന ഒരു രംഗം വിശദീകരിക്കുന്നിടത്ത് ഒരു സ്ഥലത്ത് മാത്രമേ അത് കൂടുതൽ ഭംഗിയോടെ വിശദീകരിക്കുന്നുള്ളൂ. അവിടെ അതിനു മുമ്പൊരു വലിയ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന ഈശോയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ എവിടെയാണെങ്കിലും പ്രാർത്ഥിക്കാൻ ആഗ്രഹിച്ചിരുന്ന, ദൈവസന്നിധിയിലേക്ക് മനസ്സുയർത്തിയിരുന്ന യേശുവിനെ നമ്മൾ കാണുമ്പോൾ അവനെയാണ് നമ്മൾ അനുകരിക്കേണ്ടതെന്ന് കേൾക്കുമ്പോൾ ഈ പ്രാർത്ഥന നമ്മൾ അനുകരിക്കേണ്ടതല്ലേ? അപ്പോൾ ചിലർ പറയും, യേശു ബ്രഹ്മചര്യം ആയിരുന്നല്ലോ സ്വീകരിച്ചിരുന്നത്, വിവാഹം കഴിച്ചിട്ടില്ല, കുറച്ച് കാലമേ ഉണ്ടായിരുന്നുള്ളൂ, ചെറുപ്പമായിരുന്നു, ശുശ്രൂഷയായിരുന്നു പ്രധാനം, അപ്പോൾ അതുകൊണ്ടാണ് യേശുവിന് അങ്ങനെ പ്രാർത്ഥിക്കാൻ സാധിച്ചത്. കുടുംബജീവിതക്കാരൊക്കെ എങ്ങനെ അങ്ങനെ പ്രാർത്ഥിക്കും? എന്നാൽ യേശു ബൈബിളിൽ നൽകിയ ഉപദേശങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ ഈ ഉപദേശങ്ങൾ എല്ലാം സന്യാസികൾക്കുള്ളതാണോ? അല്ല. പൊതുവായി നൽകിയ ഉപദേശങ്ങളാണ് കർത്താവ് ബൈബിളിൽ നമുക്കായി ഒരുക്കി വച്ചിരിക്കുന്നത്. ഈ ഉപദേശങ്ങൾ എടുത്തു നോക്കുക. ലൂക്കായുടെ സുവിശേഷം 21-ാം അധ്യായം 36-ാം വാക്യം. സംഭവിക്കാനിരിക്കുന്ന ഇവയിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് മനുഷ്യപുത്രന്റെ മുൻപിൽ പ്രത്യക്ഷപ്പെടാൻ വേണ്ട കരുത്ത് ലഭിക്കാൻ സദാ പ്രാർത്ഥിച്ചുകൊണ്ട് ജാഗരൂകതയോടെ ഇരിക്കുവിൻ. ഈശോ നേരിട്ട് പറഞ്ഞ വാക്യമാണ്. ഈശോ പറഞ്ഞ അവസാനത്തെ വാക്കുകളൊന്ന് ശ്രദ്ധിക്കുക. സദാ പ്രാർത്ഥിച്ചുകൊണ്ട് ജാഗരൂകതയോടെ ഇരിക്കുവിൻ. ഈ സദാ എന്ന വാക്കിൻ്റെ അർത്ഥം നമുക്ക് എല്ലാവർക്കും അറിയാം, എല്ലായ്പ്പോഴും എപ്പോഴും എന്നാണ്. ഈശോയുടെ വാക്കുകൾ വളരെ സൂക്ഷ്മതയോടെ കർത്താവ് പറയുകയാണ്. ലോകത്തിൻ്റെ അവസാനം, അന്തിമ വിധി ദിവസത്തിൽ നിങ്ങൾ ഒരു മനുഷ്യന്റെ മുമ്പിൽ നിൽക്കേണ്ടി വരും, കർത്താവായ യേശു ക്രിസ്തു. ഈ മനുഷ്യപുത്രന്റെ മുൻപിൽ നിൽക്കുവാൻ നിനക്ക് കരുത്തുണ്ടാവത്തില്ല, നീ സദാ പ്രാർത്ഥിക്കുന്നവനല്ലെങ്കിൽ. അപ്പോൾ കർത്താവ് വളരെ അവശ്യം നമ്മളിൽ ഉണ്ടായിരിക്കേണ്ട ഒരു ഘടകമായിട്ടാണ്, ഒരു പ്രത്യേകതയായിട്ടാണ്, ഒരു സ്വഭാവ സവിശേഷതയായിട്ടാണ് സദാ പ്രാർത്ഥിക്കുക എന്ന സ്വഭാവത്തെ സൂചിപ്പിക്കുന്നത്. ഇത് ഈ വാക്കുകളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. ഇത് സന്യാസികൾക്ക് വേണ്ടി മാത്രമുള്ളതല്ല, ഇത് വൈദികർക്ക് വേണ്ടി മാത്രമുള്ളതല്ല, ഇത് കന്യാസ്ത്രീകൾക്ക് വേണ്ടി മാത്രമുള്ളതല്ല, ഇതെല്ലാവർക്കും വേണ്ടിയുള്ളതാണ്. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് ചെയ്യാൻ സാധിക്കും? പൗലോസിലേക്ക് ഒന്ന് നോക്കുക. പൗലോസും യേശുവിനെ അനുകരിക്കുന്നത് പോലെ, ഞാൻ യേശുവിനെ അനുകരിക്കുന്നത് പോലെ എന്നെ അനുകരിക്കുക എന്ന് പറഞ്ഞ ആളാണ്. അദ്ദേഹം യേശുവിനെ അനുകരിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ഈ ഒരു ഉപദേശം കേട്ടാൽ മതി. 1 തെസ്സലോനിക്ക 5:17 നമ്മൾ ചെയ്യാൻ പറഞ്ഞ കാര്യമാണ്. ഇടവിടാതെ പ്രാർത്ഥിക്കുവിൻ, ഇടവിടാതെ പ്രാർത്ഥിക്കുവിൻ. പൗലോസ്ലീഹ ചെയ്യുന്നൊരു കാര്യമാണ് അദ്ദേഹം നമ്മളോട് അനുകരിക്കാൻ പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാമല്ലോ, പൗലോസ്ലീഹ ചെയ്ത കാര്യങ്ങളെല്ലാം തന്നെ അദ്ദേഹം ഈശോയെ അനുകരിക്കുന്നതാണെന്നാണ് പറഞ്ഞത്. ഈശോയെ അനുകരിക്കുമ്പോൾ ഇടവിടാതെ പ്രാർത്ഥിക്കുക എന്ന കാര്യം പൗലോസിന് അനുകരിക്കേണ്ടി വരുന്നു. അത് അനുകരിച്ചതിന് ശേഷം നമ്മളോട് പറയുകയാണ്, ഞാൻ ഈശോയെ അനുകരിക്കുന്നത് പോലെ നിങ്ങൾ എന്നെ അനുകരിക്കുക, ഇടവിടാതെ പ്രാർത്ഥിക്കുക. ഇതെല്ലാവർക്കുമുള്ള നിർദ്ദേശമാണ്. ഈ നിർദ്ദേശങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ കുടുംബജീവിതത്തിൽ വ്യത്യസ്തമായ ഉത്തരവാദിത്തങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് അതും പ്രധാനമാണ്. ദൈവം ഏൽപ്പിച്ചതാണ്. നമ്മളുടെ തൊഴിൽ മേഖലകൾ ദൈവം ഏൽപ്പിച്ചതാണ്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് എപ്പോഴും പ്രാർത്ഥിക്കാൻ സാധിക്കുക? പ്രിയമുള്ളവരെ, പ്രാർത്ഥനയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം വാക്കുകൾ മാത്രമല്ല പ്രാർത്ഥന എന്നുള്ളതാണ്. CCC കാറ്റഗിസം ഓഫ് ദി കാത്തലിക് ചർച്ച് 2559 പാരഗ്രാഫിൽ പറയുകയാണ്, പ്രയർ
is raising of one's mind and heart to God or requesting of good things from God. അതായത് പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവസന്നിധിയിലേക്ക് ഒരാളുടെ ഹൃദയവും മനസ്സും ഉയർത്തുന്നതാണ്. അതോടൊപ്പം നമ്മുടെ ആവശ്യങ്ങൾ, നന്മകൾ ദൈവത്തോട് ചോദിക്കുന്നതും പ്രാർത്ഥനയുടെ കൂടെ വരും. അപ്പോൾ രണ്ട് കാര്യങ്ങളും വരാം. നമ്മൾ വാക്കുകൾ കൊണ്ട് സംസാരിക്കുന്നതും വരാം, നമ്മൾ ഹൃദയം ഉയർത്തി ദൈവത്തിൻ്റെ അടുക്കിലേക്ക് നമ്മുടെ മനസ്സുയർത്തി നിൽക്കുന്നതും വരാം. അതിന് വാക്കുകൾ പോലും വേണമെന്നില്ല. യഥാർത്ഥത്തിൽ അതിന് താഴെ പറയുന്നത്, വാക്കുകൾ കൊണ്ട് നമ്മൾ ദൈവത്തോട് സംസാരിക്കുകയും നമ്മുടെ ഹൃദയം ദൈവത്തിലേക്ക് ഉയർത്തുകയും ചെയ്യുന്നില്ലെങ്കിൽ അത് പ്രാർത്ഥനയല്ലെന്നുമാണ്. അതുകൊണ്ട് വാക്കുകൾ കൊണ്ട് സംസാരിക്കുന്നത് അല്ല യഥാർത്ഥത്തിൽ പ്രാർത്ഥന. വാക്കുകൾ കൊണ്ട് സംസാരിക്കുമ്പോഴും നമ്മുടെ ഹൃദയം അതിനോടൊപ്പമുണ്ടോ എന്നുള്ളതാണ് അത് പ്രാർത്ഥനയാണോ എന്നതിൻ്റെ അടിസ്ഥാനം. അപ്പം അതുകൊണ്ട് ഹൃദയം മാത്രം ദൈവത്തിലേക്ക് ഉയർത്തിയാലും അത് അതിനാൽ തന്നെ പ്രാർത്ഥനയാകും. ഹൃദയവും മനസ്സും ദൈവത്തിലേക്ക് ഉയർത്തുന്ന പ്രാർത്ഥനയാണ്. അപ്പോൾ ഈ അർത്ഥത്തിൽ നമുക്ക് ഈ വചനത്തെക്കുറിച്ച് ചിന്തിക്കാം. എല്ലായ്പ്പോഴും പ്രാർത്ഥിക്കുക. നമുക്ക് ചില ഉദാഹരണങ്ങൾ ഒന്ന് എടുത്തു നോക്കാം. ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്താണ് കർത്താവിൽ വരുന്നത്. അന്ന് കോളേജിലെ ഒരു പ്രൊഫസർ എനിക്ക് കർത്താവിനോട് വളരെ ഇഷ്ടമാണ്, കർത്താവിനെ അനുകരിക്കാൻ ഇഷ്ടമാണ് എന്നൊക്കെ കണ്ടപ്പോൾ അദ്ദേഹം എന്നെ അടുക്കൽ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞത്, നീ വായിക്കുന്നുവെങ്കിൽ ഒരു പുസ്തകം വായിക്കാൻ മറക്കരുത്. ദ വേ ഓഫ് എ പിൽഗ്രിം എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. ഒരു സാധകന്റെ സഞ്ചാരം എന്ന പേരിൽ അത് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഒരു ക്രിസ്ത്യാനിയുടെ മനോഹരമായ പ്രാർത്ഥനാ ജീവിതം വർണ്ണിക്കുന്ന ഒരു പുസ്തകമാണ്. ഈ പുസ്തകം ഞാൻ തപ്പി നടന്ന് കണ്ടുപിടിച്ചു. അതായത് പൗലോസ്ലീഹ പറഞ്ഞ ഈ വാക്യം കേട്ട്, എപ്പോഴും പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞ വാക്യം കേട്ടിട്ട് ഇതെങ്ങനെ ചെയ്യാൻ പറ്റുമെന്നറിയാതെ അദ്ദേഹം ഇങ്ങനെ അസ്വസ്ഥനാവുകയാണ്. അദ്ദേഹത്തിന് ഒരു ഗുരു ഉപദേശിക്കുകയാണ്, നീ ഇങ്ങനെ ചെയ്താൽ മതി. ആ അന്ധയാചകനായ ബർത്തമയോസ് പറഞ്ഞ വാചകങ്ങൾ, കരുണയാകുവാൻ വേണ്ടി ദൈവത്തോട് വിളിച്ചു പറഞ്ഞ കുഞ്ഞു പ്രാർത്ഥന, ജീസസ് പ്രേയർ, അത് നീ നിരന്തരം ആവർത്തിക്കുക. ഇത് കേട്ട ഉടനെ ആ മനുഷ്യൻ അത് നിരന്തരം ആവർത്തിക്കാൻ തുടങ്ങി. അതായത് അദ്ദേഹം ചെയ്തത് വളരെ കഠിനമായ രീതിയിലാണ്. അദ്ദേഹം എണ്ണിക്കൊണ്ടാണ് ഇത് ആവർത്തിച്ചത്. അപ്പോൾ അദ്ദേഹം പറയുന്നത് ചില ദിവസങ്ങളിൽ 6000, 7000 ഒക്കെ എണ്ണും. അങ്ങനെ ഒരു 6-7 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ അദ്ദേഹം പറയുന്നത്, പിന്നെ ഒരു പാപപ്രലോഭനം ഇങ്ങനെ മനസ്സിൻ്റെ അടുത്ത് വരുമ്പോൾ 2-3 പ്രാവശ്യം ഈ പ്രാർത്ഥന ശക്തിയോടെ ആവർത്തിക്കുമ്പോൾ തന്നെ ആ പ്രലോഭനം അടുത്ത് നിൽക്കാൻ പറ്റാതെ ഓടുന്നൊരു കാഴ്ചയാണ്. ഈ മനോഹരമായ അനുഭവം അദ്ദേഹം ഇതിൽ വിവരിക്കുകയാണ്. പ്രിയമുള്ളവരെ, അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ യാക്കോബായ സഭയിലെ ഒരു വിശുദ്ധനായിരുന്ന ഒരു മെത്രാൻ്റെ പുണ്യജീവിതത്തിൻ്റെ കഥ വായിക്കാൻ ഇടവന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിനകത്ത് ഇങ്ങനെ എഴുതിയിരിക്കുകയാണ്, ഒരു രാത്രി മുഴുവൻ ഈ പിതാവ് ചാപ്പലിനകത്ത് കയറിയിരുന്ന് സങ്കീർത്തനത്തിലെ ഒരു വാചകം മുഴുവൻ ആവർത്തിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ഇങ്ങനെ ആവർത്തിച്ച് പ്രാർത്ഥിച്ചു. അദ്ദേഹം ആവർത്തിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തോട് ചോദിച്ചത്, ബ്രഹ്മചര്യം അനുഷ്ഠിക്കാൻ എനിക്ക് കൃപ തരണമേ. അതിനു വേണ്ടിയിട്ടുള്ളൊരു വാക്യമാണ് അദ്ദേഹം പ്രാർത്ഥിച്ചത്. അതിൻ്റെ പിറ്റേ ദിവസം മുതൽ ബ്രഹ്മചര്യം അനുഷ്ഠിക്കാനുള്ള വലിയ കൃപ അദ്ദേഹത്തിൻ്റെ മേൽ വന്നു എന്ന് ആ പുസ്തകത്തിൽ പറയുകയാണ്. ഇതൊക്കെ വായിച്ചപ്പോൾ ചില താപസന്മാർ, പുണ്യ വിശുദ്ധ വ്യക്തിത്വങ്ങൾ പ്രാർത്ഥനയിൽ വളരുവാനായി പരിശ്രമിച്ച രീതികൾ എങ്ങനെയാണെന്ന് മനസ്സിലാക്കുവാൻ സാധിച്ചു. കുറച്ച് നാൾ കഴിഞ്ഞ് കുഞ്ഞേട്ടൻ എഴുതിയ ഒരു അനുഭവം, അദ്ദേഹം ജീവിച്ചിരുന്ന സമയത്ത് അദ്ദേഹം അൽഫോൻസാമയെക്കുറിച്ച് പറഞ്ഞൊരു കാര്യം എനിക്ക് ഓർമ്മ വരികയാണ്. അദ്ദേഹവും കൂട്ടുകാരും ചേർന്ന് ഒരിക്കൽ, കൂട്ടുകാരുടെ കുസൃതിയാണ്, അൽഫോൻസാമയുടെ മഠത്തിലുള്ള ഒരു വൃക്ഷത്തിൽ നിന്ന് അതിൻ്റെ കനികൾ മോഷ്ടിച്ചു. അമ്പഴങ്ങയാണെന്നാണ് എൻ്റെ ഓർമ്മ. ഈ അമ്പഴം മോഷ്ടിച്ച് കഴിഞ്ഞിട്ട് അൽഫോൻസാമ ഇവരെ പിടിക്കുന്നു. പിടിച്ചിട്ട് അൽഫോൻസാമ ഇവരെ വിളിച്ചിട്ട് മോഷ്ടിക്കാൻ പാടില്ല, അനുവാദമില്ലാതെ പറിക്കരുതെന്നൊക്കെ പറഞ്ഞതിന് ശേഷം അൽഫോൻസാമയ്ക്ക് ഇത് ഇവർക്ക് കൊടുക്കണം. അവരെ ശിക്ഷിക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ എങ്ങനെയാണ് ഇത് കൊടുക്കേണ്ടത്? ഒരു വിശുദ്ധയുടെ ശിക്ഷണ രീതി നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ അമ്പഴം കയ്യിൽ വെച്ചിട്ട് അൽഫോൻസാമ പറയുകയാണ്, നിങ്ങൾ ഒരു സുഹൃത ജപം ചൊല്ലിക്കൊടുത്തിട്ട് പറഞ്ഞു, ഈ സുഹൃത ജപം 50 പ്രാവശ്യം ചൊല്ലിയാൽ ഞാൻ നിങ്ങൾക്ക് ഈ അമ്പഴം മുഴുവൻ തന്നേക്കാം. അങ്ങനെ ആ കുട്ടികൾ ആ അമ്പഴം കിട്ടാനുള്ള ആവേശത്തിന് അവിടെ നിന്ന് ആ സുഹൃത ജപം ചൊല്ലുകയാണ്. പ്രിയമുള്ളവരെ, കുഞ്ഞേട്ടന് നമുക്കറിയാം, സുഹൃത ജപം ചൊല്ലാനൊക്കെ ഒരുപാട് പേരെ പ്രചോദിപ്പിച്ചിരുന്ന ഒരാളാണ്. സുഹൃത ജപം എന്ന് പറയുന്നത് സന്യാസികൾക്ക് മാത്രമല്ല, നമുക്കെല്ലാവർക്കും ചൊല്ലാൻ പറ്റുന്നൊരു കാര്യമാണ്. നമുക്കെപ്പോഴും ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. നമുക്കിഷ്ടം തോന്നുന്ന ഒരു സുഹൃത ജപം എടുത്ത് ആ സുഹൃത ജപം ആവർത്തിച്ച് ചൊല്ലുക.
ഏവുപ്രാസ്യാമ്മയുടെ ആ പുണ്യ കുടീരങ്ങളിൽ നമ്മൾ ഒരു സന്ദർശനം നടത്തുമ്പോൾ ചിലയിടത്തൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് കാണാം, ഏവുപ്രാസ്യാമ്മ പ്രാർത്ഥിച്ചിരുന്ന സുഹൃത ജപമാണിത്. പ്രിയമുള്ളവരെ, വിശുദ്ധരുടെ ജീവിതത്തിൽ അവരഭ്യസിച്ചിരുന്ന ഈ ഒരു കാര്യം നമ്മളുടെ ജീവിതത്തിലേക്ക് കടമെടുക്കാൻ വളരെ എളുപ്പമാണ്. എന്നാലും ഇന്നത്തെ കാലഘട്ടത്തിൽ പലർക്കും ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുവാനായിട്ട് സാധിക്കണമെന്നില്ല. നമുക്കറിയാം, മദർ തെരേസയുടെ ജീവിതം എടുത്ത് നോക്കുമ്പോൾ മദർ തെരേസ വിമാനത്തിൽ കണ്ടുമുട്ടിയ ചില വ്യക്തികൾ അവരുടെ അനുഭവം എഴുതിയത് കണ്ടിട്ടുണ്ട്. വിമാനത്തിൽ ഇരിക്കുന്ന സമയം മുഴുവൻ മദർ തെരേസ ജപമാല ചൊല്ലിക്കൊണ്ടിരുന്നു. എനിക്കറിയാം, അനേകം പുണ്യപൂർണതയുള്ള മാതാപിതാക്കൾ, അമ്മമാര്, സഹോദരിമാര്, സഹോദരന്മാരൊക്കെ നിരന്തരം ജപമാലകൾ ചൊല്ലുന്നവരും സുഹൃത ജപങ്ങൾ ചൊല്ലുന്നവരുമാണ്. ഒരുപക്ഷെ എങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങണമെന്ന് അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടി പറഞ്ഞു തരുന്നൊരു കാര്യമാണ്. ഏതെങ്കിലും ഒരു അവധി ദിവസം, 1 or 2 ദിവസം നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ സെലക്ട് ചെയ്തിട്ട് കർത്താവിനെ എഴുന്നള്ളിച്ച് വെച്ചിരിക്കുന്ന ഒരു സ്ഥലത്തോ അല്ലെങ്കിൽ ശാന്തമായ ഒരിടത്തിലോ വീട്ടിനുള്ളിൽ തന്നെ ഒരു മുറിയിലോ കയറിയിരുന്ന് ആവർത്തിച്ച് സുഹൃത ജപം ചൊല്ലി ഒന്ന് ശീലിച്ചു നോക്കൂ. അങ്ങനെ ഒരു ദിവസം ചൊല്ലിക്കഴിഞ്ഞാൽ പിന്നീട് പുറത്തിറങ്ങി നമ്മൾ നടക്കുമ്പോൾ നമ്മളുടെ പല പ്രവൃത്തികളും ചെയ്യുന്നതിനിടയ്ക്കും ആരും അറിയാതെ ഈ സുഹൃത ജപം ആവർത്തിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. നമ്മളെ വിമോചിപ്പിക്കുന്ന ഏതെങ്കിലും ഒരു പ്രാർത്ഥനയാണെങ്കിൽ, നമ്മളുടെ അപ്പോഴത്തെ ആത്മീയ നിലവാരത്തിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു പ്രാർത്ഥനയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ്. ചിലപ്പോൾ ചിലർക്ക് ജപമാല ചൊല്ലി ഇടയ്ക്ക് ബ്രേക്ക് ചെയ്ത് വീണ്ടും ചൊല്ലി ബ്രേക്ക് ചെയ്ത് അങ്ങനെ എണ്ണം പിടിച്ചൊക്കെ ചൊല്ലാനുള്ള പ്രയാസം അനുഭവപ്പെടുന്നുവെങ്കിൽ ഏറ്റവും ഉചിതമായ ഒരു കാര്യമാണ്. ജപമാലയ്ക്ക് പകരമാവില്ല സുഹൃത ജപം. പക്ഷേ പ്രാർത്ഥിക്കുവാൻ പരിശീലനം തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും എളുപ്പമുള്ളൊരു മാർഗമായിട്ട് ഞാൻ പറയുകയാണ്, ഞാനിത് അനുഭവിച്ചൊരു കാര്യമാണ്. വെറുതെ യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി എന്ന് ശാന്തതയോടെ, തിരക്ക് പിടിക്കാതെ മനസ്സിൽ ശാന്തമായി ഒന്ന് ഉരുവിട്ട് നടന്നു നോക്കുക. അതിനു മുമ്പ് ഏതെങ്കിലും ഒരു ദിവസം എവിടെയെങ്കിലും ശാന്തമായിട്ടിരുന്നത് മനസ്സിൽ പറഞ്ഞ് ആവർത്തിക്കണം. അപ്പം ചിലർ പറയും, എൻ്റെ ബുദ്ധി ഉപയോഗിക്കേണ്ട ഒരു ജോലിയാണ് എനിക്കുള്ളത്. ഉദാഹരണത്തിന് ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാമർ ആകട്ടെ, അല്ലെങ്കിൽ ബ്രെയിൻ ഉപയോഗിച്ച് മുഴുവൻ സമയവും കണക്കെഴുതുന്ന ഒരാളാകട്ടെ, ഇങ്ങനെ വേറൊന്നും ചിന്തിക്കാൻ പാടില്ലാത്ത തൊഴിൽ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപകടകരമായ മേഖലകളിൽ ജോലി ചെയ്യുന്നവർ. ഈ സാധാരണ മറ്റു പല കാര്യങ്ങളും ചെയ്യുമ്പോൾ, യാത്ര ചെയ്യുമ്പോഴൊക്കെ നമുക്ക് സുഹൃത ജപം ചൊല്ലാം. എന്നാൽ ഇങ്ങനെയുള്ള ചില ജോലികൾ ചെയ്യുന്നവർക്ക്, ഞാനും ഒരു കമ്പ്യൂട്ടർ പ്രൊഫഷണലായി ജോലി ചെയ്ത ആളാണ്, കമ്പ്യൂട്ടർ ഡെവലപ്പറാണ് ബൈ പ്രൊഫഷൻ. അപ്പം ഇങ്ങനെ ജോലി ചെയ്യുന്ന സമയങ്ങളിലൊക്കെയും അനുഭവപ്പെട്ടിരുന്നൊരു കാര്യം, ഈ കമ്പ്യൂട്ടറിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരിക്കലും അതിനകത്തേക്ക് നോക്കിയിരിക്കുന്ന സമയത്ത് പ്രാർത്ഥിക്കാൻ പറ്റില്ല. അപ്പോൾ എങ്ങനെയാണ് പ്രാർത്ഥിക്കുക? ഇതിന് മനസ്സിലാക്കിയെടുത്തൊരു മാർഗം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ആഗ്രഹിക്കുകയാണ്. വളരെ സിമ്പിളായിട്ടുള്ള 1-2 കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. ഉദാഹരണത്തിന്, കുറച്ചു കാലം ഞാൻ UK ജോലി ചെയ്തിരുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്നൊരു വലിയ നിബന്ധനയുണ്ട്. നമ്മൾ ഓഫീസിൽ ജോലി ചെയ്യുമ്പോൾ ഈ 50 മിനിറ്റ് ജോലി ചെയ്താൽ ഒരു 5 മിനിറ്റെങ്കിലും നമ്മൾ റെസ്റ്റ് എടുക്കണം. കമ്പ്യൂട്ടറിൽ നിന്ന് മാറ്റണം, വെള്ളം കുടിക്കണം, അങ്ങനെ എന്തെങ്കിലും ചെയ്യണം. അത് നമ്മുടെ കാര്യക്ഷമതയെ വർദ്ധിപ്പിക്കുകയും അടുത്ത 50 മിനിറ്റ് ജോലി ചെയ്യുമ്പോൾ നമുക്ക് ഉഷാറായിട്ട് ജോലി ചെയ്യാൻ പറ്റുകയും ചെയ്യുന്നതാണ്. ഇങ്ങനെ ഒരു വ്യക്തി 50 മിനിറ്റ് ജോലി ചെയ്യുമ്പോൾ ഇങ്ങനെ റെസ്റ്റ് എടുക്കണമെന്നുള്ളൊരു കാര്യം ഇങ്ങനെ സ്ഥിരം അവിടെ വന്നപ്പോൾ, ഈ റെസ്റ്റിൻ്റെ സമയത്ത് എനിക്ക് ചെയ്യാൻ രസകരമായി തോന്നിയ കാര്യം എൻ്റെ മനസ്സ് കർത്താവിലേക്ക് ഉയർത്തുകയാണ്. അതിന് എളുപ്പം കണ്ടുപിടിച്ച ഒരു രീതി ഞാൻ പറയാം. നമ്മൾ ഒരു സ്ഥിരമായൊരു അഭ്യാസമായി ചെയ്യാനാണെങ്കിൽ ഒരു 8 മണിക്കൂർ അല്ലെങ്കിൽ 9 മണിക്കൂർ സമയം നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് തിരഞ്ഞെടുക്കുക. അതായത് ജോലി ചെയ്യുന്നത് 8 മണിക്കൂർ സമയമാണ്. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുൻപ് തുടങ്ങിയാൽ അത് 9 മണിക്കൂറാവും. 1 മണിക്കൂർ യാത്രയുണ്ടെന്ന് വിചാരിക്കട്ടെ. വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുൻപ് ഒരു 5 മിനിറ്റ് വളരെ നിസ്സാരമായൊരു പ്രാർത്ഥന സ്വർഗത്തിലേക്ക് ഉയർത്തി, നമ്മൾ ഹൃദയങ്ങൾ ഉയർത്തി നമ്മൾ പ്രാർത്ഥിക്കുന്നു. ആ ഒരു പ്രാർത്ഥന കർത്താവിനെ ആരാധിക്കുന്നതാകാം, നമ്മളെ തന്നെ പൂർണ്ണമായിട്ട് എല്ലാം സമർപ്പിക്കുന്നതാകാം, നമുക്കുള്ളത് മുഴുവൻ അവയവങ്ങളും ശരീരവും നമ്മുടെ കുടുംബ ജീവിതവുമായി ബന്ധപ്പെട്ട വ്യക്തികളെയും എല്ലാം സമർപ്പിക്കുക. ഒരു 5 മിനിറ്റ് സമയം കൊണ്ട് സമർപ്പിക്കുക. അടുത്ത 1 മണിക്കൂർ നമുക്കൊരു അലേർട്ട് ഉണ്ടല്ലോ. ഓഫീസിലെത്തുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഓഫീസിലെത്തി ജോലി തുടങ്ങുന്നതിന് മുൻപ് ശാന്തമായിരുന്ന് ഇത് തന്നെ വീണ്ടും ചെയ്യുക. ഒരു 50 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് വീണ്ടും ഇത് ചെയ്യാൻ പറ്റും. കാരണം നമ്മൾ എഫിഷ്യൻസി വർദ്ധിപ്പിക്കാൻ വേണ്ടി റെസ്റ്റ് എടുക്കണം. ശാന്തമായിട്ടിരിക്കുന്നു, ദൈവസന്നിധിയിലേക്ക് ഹൃദയം ഉയർത്തുന്നു, പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്കറിയാമോ, കർത്താവ് ഇങ്ങനെയുള്ള ഇടവേളകൾ മുഴുവൻ കർത്താവിന് സമർപ്പിച്ചാൽ നമ്മൾ ജോലി ചെയ്ത സമയം മുഴുവൻ കർത്താവിന് സമർപ്പിച്ചതായി എണ്ണുന്ന ഒരു മഹത്വമുള്ള ഹൃദയമുള്ള ആളാണ്.
കർത്താവിനറിയാം നമ്മുടെ മനസ്സുകൊണ്ട് നമുക്ക് ആ സമയത്ത് കർത്താവിനെ ശ്രദ്ധിക്കാനാവില്ല. ജോലിയിലേക്ക് നോക്കണം. ജോലി നമ്മളെ കർത്താവ് ഏൽപ്പിച്ചതാണ്. എന്നാൽ ഈ ജോലി കഴിഞ്ഞുള്ള ഇടവേളകളിൽ നമ്മൾ ദൈവസന്നിധിയിലേക്ക് ഹൃദയം ഉയർത്തുമ്പോൾ ഈ ജോലി ചെയ്ത സമയം മുഴുവൻ പ്രാർത്ഥിച്ചൊരു അനുഭവം വരും. ഒരു ദിവസം ഒന്ന് ചെയ്തു നോക്കൂ. അന്ന് വൈകുന്നേരം നിങ്ങളുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ വലിയ സന്തോഷം കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് കാണാനായിട്ട് സാധിക്കും. ഞാൻ പറയുന്നു, 1 മണിക്കൂർ യാത്ര ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഈ യാത്രയുടെ സമയം മുഴുവൻ നമുക്ക് ജപമാലകൾ ചൊല്ലാം. പക്ഷേ ഈ 9 മണിക്കൂർ സമയം നമ്മൾ ജോലി ചെയ്യുമ്പോൾ ഈ ജോലി മുഴുവൻ ഒരു ആരാധനയാക്കി മാറ്റാനുള്ള എളുപ്പമാർഗമാണ് റിലാക്സ് ചെയ്യാൻ കിട്ടുന്ന ഒരു 5 മിനിറ്റ് സമയം ശാന്തമായി ദൈവസന്നിധിയിലേക്ക് ഉയർത്തുക എന്നുള്ളത്. ഇനി ഇങ്ങനെയല്ല, എനിക്ക് കുറച്ചുകൂടെ ആഴമായി പ്രാർത്ഥിക്കണം, എനിക്ക് അത്യാവശ്യം സമയം കണ്ടെത്താനൊക്കെ സാധിക്കും എന്ന് പറയുന്നൊരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് ഒഴിവ് കിട്ടുന്ന 1-2 ദിവസം നിങ്ങൾ വ്യക്തമായി ഇതിനു വേണ്ടി മാറ്റിവെക്കണം. ഈ ആധ്യാത്മിക പരിശീലനത്തിന് വേണ്ടി മാറ്റിവെക്കണം. എന്നിട്ട് നിങ്ങളുടെ വീട്ടിലെ ഒരു മുറിയിലേക്ക് പോകണം. എനിക്കറിയാം, ഇന്ന് ഇൻ്റർനെറ്റും ലാപ്ടോപ്പും കമ്പ്യൂട്ടറും ഒക്കെ ഒരുപാട് ഉപയോഗിച്ച് അല്ലെങ്കിൽ മൊബൈൽ ഫോൺ ഉപയോഗിച്ചിരിക്കുന്ന ഒരു ചെറുപ്പക്കാരനെ സംബന്ധിച്ചിടത്തോളം അക്ഷമ എന്ന് പറയുന്ന ഒരു സംഭവം ആ വ്യക്തിയുടെ ജീവിതത്തിൽ കടന്നു വരാൻ സാധ്യതയുണ്ട്. അതായത് ഒരു മുറിക്കുള്ളിൽ അടച്ചുപൂട്ടി കമ്പ്യൂട്ടറും ലാപ്ടോപ്പും മൊബൈലും ഇല്ലാതെ ഒരു 5-6 മണിക്കൂർ ഇരിക്കാൻ ഇന്നത്തെ ചെറുപ്പക്കാർക്ക് വളരെ അസാധ്യമാണ്. അവർ വളരെ റെസ്റ്റ്ലെസ് ആകും. അവരുടെ കപ്പാസിറ്റി കുറഞ്ഞു പോയി. നമ്മുടെ മനുഷ്യരുടെ ആ കപ്പാസിറ്റി കുറയുകയാണിപ്പോൾ. എന്തായാലും പ്രാർത്ഥിക്കുന്ന വ്യക്തികൾക്ക് ഈ കപ്പാസിറ്റി തിരിച്ചു വരും. ഇത് മനുഷ്യന് അത്യാവശ്യം വേണ്ട ഒരു കാര്യമാണ്. ഒരു സ്ഥലത്ത് സമാധാനമായിട്ട് ഒരു 5-6 മണിക്കൂർ ഇരിക്കാൻ നമുക്ക് പറ്റുന്നില്ല എന്ന് പറയുന്നത്, 1 മണിക്കൂർ ഇരിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നത് ഒരു കഴിവില്ലായ്മ തന്നെയാണ്. അതുകൊണ്ട് അല്പസമയം നമുക്ക് കണ്ടെത്താൻ പറ്റുന്ന ഒരു വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, ഈ അവധി എടുക്കാവുന്ന ഒരു 1-2 ദിവസം അവധി എടുത്തിട്ട് അതിൽ ഒരു ദിവസം പ്രാർത്ഥനയ്ക്കായി മാറ്റിവെക്കണം. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ പോരാട്ടം തുടങ്ങും. നമ്മൾ മുറിയുടെ അകത്ത് കയറി കഥ കടച്ചിട്ട് മുറിയുടെ അകത്ത് ഇങ്ങനെ ചുമ്മാ ഇരിക്കണം. അപ്പോൾ ആദ്യമേ കർത്താവിനോട് പറയണം, കർത്താവേ ഞാൻ പ്രാർത്ഥിക്കാനായിട്ടിരിക്കുകയാണ്. എന്നിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കാൻ ശ്രമിച്ചു നോക്കണം. അപ്പോഴറിയാം പറ്റുന്നില്ല. ചിലർക്കാണ് പറ്റുന്നവർ പ്രാർത്ഥിക്കുക, ആ ഒരു ദിവസം മുഴുവൻ പ്രാർത്ഥനയിൽ ചെലവഴിക്കുക. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുക നല്ലൊരു എംപവർമെൻ്റ് ആണ്. ഇങ്ങനെ പറ്റുന്നില്ലെങ്കിൽ ചെയ്യേണ്ടത് മുറി അടച്ചിട്ട് അവിടെ ചുമ്മാ ഇരിക്കുക. വീട്ടുകാരെല്ലാം നമ്മളെ സപ്പോർട്ട് ചെയ്യും. കാര്യം നമ്മൾ അത് പറഞ്ഞിട്ടാണല്ലോ കയറുക. അപ്പം നമ്മൾ അവിടെ ഇരിക്കുന്നു, വെള്ളവും എന്തെങ്കിലും കഴിക്കാനുണ്ടെങ്കിൽ അതുമായിട്ട് അകത്ത് കയറുക. വേറൊന്നും പാടില്ല. ബൈബിൾ കൊണ്ടുപോവുക. ഇടയ്ക്ക് ബൈബിൾ കുറേ സമയം വായിക്കുക. ബോറടിക്കുന്നു തോന്നുമ്പോൾ വെക്കുക. പിന്നെ ചുമ്മാതിരിക്കുക. ബോറടിക്കുന്നു തോന്നുന്നെങ്കിൽ എഴുന്നേറ്റ് മുറിയുടെ അകത്ത് നടക്കുക. മുറിയിൽ നിന്ന് പുറത്തു പോകരുത്. നമ്മളുടെ ഈ ജഡവുമായിട്ട് നമ്മൾ മല്ലിടണം. നമുക്കറിയാം, നമ്മൾ സൈക്കിൾ ചവിട്ടാൻ പഠിച്ച സമയത്ത് നമ്മുടെ ജഡം നമ്മളെ സമ്മതിച്ചില്ലായിരുന്നു. നമ്മൾ വീണു, പക്ഷെ നമ്മൾ അവിടെ നിന്നില്ല. നമ്മൾ എഴുന്നേറ്റു, നമ്മൾ പിന്നെ എഴുന്നേറ്റു. നമ്മുടെ ശരീരത്തെ നമ്മൾ പരിശീലിപ്പിക്കുകയാണ് ചെയ്തത്, അല്ലേ? അല്ലാതെ എനിക്ക് സൈക്കിൾ ചവിട്ടാൻ പറ്റിയില്ല എന്ന് പറഞ്ഞ് നമ്മൾ നിർത്തിയില്ലല്ലോ. ഞാൻ വരുന്നില്ലെന്ന് പറഞ്ഞില്ലല്ലോ. കാർ ഓടിക്കാൻ തുടങ്ങിയപ്പോഴും നമ്മുടെ ശരീരം ആദ്യം ഇതൊന്നും ബാലൻസ് ചെയ്തില്ല. ശരീരം പേടിച്ചു, ശരീരം അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി. ഉടനെ ശരീരം വഴങ്ങുന്നില്ലെന്ന് പറഞ്ഞ് നമ്മൾ കാറോട്ടം നിർത്തിയോ? ഇല്ല. നമ്മൾ പരിശീലിച്ച് വന്നു. കമ്പ്യൂട്ടർ ടൈപ്പ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ എ എവിടെയാണ്, ഇസഡ് എവിടെയാണ്, ബി എവിടെയാണ് നമുക്കറിയത്തില്ല. നമ്മൾ നോക്കിയപ്പോൾ ദൈവമേ, 1 മണിക്കൂർ എടുത്തിട്ടും ഒരു പേജ് പോലും ടൈപ്പ് ചെയ്യുന്നില്ല. അതുകൊണ്ട് ഇനി ഞാൻ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നില്ല. പറഞ്ഞോ? ഇല്ല. നമ്മൾ മെസ്സേജ് ടൈപ്പ് ചെയ്യാൻ നോക്കിയപ്പോഴത്തേക്ക് മെസ്സേജ് അയക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് വാട്സപ്പിലെ പരിപാടി നിർത്തിയോ? ഇല്ല. എന്നാൽ പ്രാർത്ഥന മാത്രം എന്തുകൊണ്ടാണ് ശരീരം വഴങ്ങുന്നില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് വേണ്ട എന്ന് വയ്ക്കുന്നത്? അതെന്തുകൊണ്ടാണെന്ന് അറിയാമോ? ശരീരത്തിന് നമ്മൾ കീഴ്പ്പെടുകയാണ്. ജഡത്തിൻ്റെ അഭിലാഷങ്ങൾക്ക് നമ്മൾ കീഴ്പ്പെടുകയാണ്. നമ്മൾ അതിനെ തോൽപ്പിക്കണം. നമ്മൾ സൈക്കിൾ ചവിട്ട് പഠിക്കാൻ സമയത്ത് നമ്മൾ ഉപയോഗിച്ച നമ്മളുടെ എനർജി, അതുപോലെ കീബോർഡ് ഉപയോഗിക്കുവാൻ സമയത്ത് നമ്മൾ ഉപയോഗിച്ച നമ്മുടെ എനർജി, നമ്മൾ വാട്സപ്പിൽ മെസ്സേജ് ടൈപ്പ് ചെയ്യുവാൻ ഒരു പരിചയമില്ലാത്ത മൊബൈൽ കീബോർഡിനകത്ത് നമ്മൾ കുത്തിക്കുറിച്ചപ്പോൾ നമ്മൾ നിരന്തര അഭ്യാസം കൊണ്ട് വാട്സപ്പിന് കീഴടക്കിയതുപോലെ നമ്മുടെ ശരീരത്തെ കീഴടക്കി പ്രാർത്ഥിക്കാൻ പറ്റുന്ന ഒരു രീതിയിലേക്ക് മെരുക്കണം. ഇങ്ങനെ മെരുക്കിയാൽ മാസത്തിൽ ഒരു ദിവസം, ബാക്കി എല്ലാവരും പോകുമ്പോൾ നമുക്കൊരു അവധി ദിവസം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ വീട്ടിൽ എല്ലാവരും ഉള്ളപ്പോഴാണെങ്കിലും നമുക്കൊരു അവധി ദിവസം ഉണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ ക്വാളിറ്റി ആയിട്ട് ഒരു ദിവസം മുഴുവൻ വീട്ടിലൊന്നിരിക്കുക. ഇങ്ങനെ ഇരിക്കാൻ പറ്റുന്നു എന്ന് കാണുമ്പോൾ പതുക്കെ പറ്റുമെങ്കിൽ ഒന്നെങ്കിൽ കുടുംബമായിട്ട്, പറ്റുമെങ്കിൽ ഒറ്റയ്ക്ക് നമുക്ക് നമ്മുടെ മനസ്സിനെ ഒന്ന് റിഫ്രഷ് ചെയ്യാൻ പറ്റും. നമ്മൾ ദേവാലയത്തിൽ പോവുക, ഒരു ചാപ്പലിൽ പോവുക, അവിടെ ഇരിക്കുക. ശീലമായി കഴിഞ്ഞാൽ പിന്നെ ചാപ്പലിൽ ഇരിക്കാം. അപ്പോഴും നമ്മുടെ ചിന്തകൾ നമുക്ക് വഴങ്ങുകയില്ല. ചുമ്മാ ഇരിക്കുക. നമ്മൾ അവിടെ ഇരുന്നതിന് ശേഷം കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മുടെ മനസ്സിനെ പതുക്കെ ഓരോരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പരിശീലിപ്പിക്കണം. ആദ്യം പഠിക്കാനിരുന്നപ്പോൾ എങ്ങനെയായിരുന്നു? നമ്മൾ ഇരുന്നപ്പോൾ ബുക്ക് തുറക്കും, മനസ്സ് പലയിടത്തും പോകും. എന്നാൽ നമ്മളെ പപ്പ പറഞ്ഞു തന്നു, അമ്മ പറഞ്ഞു തന്നു, അങ്ങനെയല്ല,
നീ പഠിത്തത്തിലേക്ക് നോക്കുമ്പോൾ വേറൊന്നും ചിന്തിക്കാതെ നോക്കുക. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അരമണിക്കൂർ പഠിക്കാൻ പറ്റിയിരുന്ന എനിക്ക് പിന്നെ 1 മണിക്കൂർ പഠിക്കാൻ പറ്റുന്നു, പിന്നെ 2 മണിക്കൂർ പഠിക്കാൻ പറ്റുന്നു. ഡിഗ്രിക്കൊക്കെ വന്നപ്പോൾ അത് കൂടുതൽ മണിക്കൂർ പഠിക്കാൻ പറ്റുന്നു. പ്രൊഫഷണൽ കോഴ്സിന് പോയപ്പോൾ ഒരുപാട് നേരം പഠിക്കാൻ പറ്റുന്നു. പ്രിയമുള്ളവരെ, ഇതെല്ലാം കർത്താവ് കാണുന്നുണ്ട്. നമ്മൾ ഇങ്ങനെ മണിക്കൂറുകൾ ഇരുന്ന് പഠിക്കുകയും ബുദ്ധി ഉപയോഗിക്കുകയും ചെയ്യുന്ന ആൾക്കാരാണ്. നമ്മളാണ് ദൈവത്തോട് പറയുന്നത്, എനിക്ക് പ്രാർത്ഥിക്കാൻ മാത്രം ഇരിക്കാൻ പറ്റുന്നില്ല. പ്രിയമുള്ളവരെ, നമ്മൾ പഠിക്കുവാൻ, മറ്റേതെങ്കിലും ജോലികൾ ചെയ്യുവാൻ നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും മെരുക്കിയതിനേക്കാളും ഉത്സാഹത്തോടു കൂടി പ്രാർത്ഥിക്കുവാൻ വേണ്ടി ശരീരത്തെ മെനക്കണം. ഇങ്ങനെ ഒരു ദിവസം അല്ലെങ്കിൽ കുറേ ക്വാളിറ്റി മണിക്കൂറുകൾ കർത്താവിന് മുമ്പിൽ ഇരിക്കാൻ പഠിച്ചാൽ നമുക്കുണ്ടാകുന്നൊരു ഗുണം, പിന്നെ ഡെയിലി ഉള്ള 1 മണിക്കൂർ നമുക്ക് നിസ്സാരമായി തോന്നും. അതാണ്. അങ്ങനെ നമുക്ക് ഡെയിലി അരമണിക്കൂറോ 1 മണിക്കൂറോ പ്രാർത്ഥിക്കാൻ പറ്റുന്ന ഒരു രീതിയിലേക്ക് വരാൻ പറ്റും. ഇനി ഡെയിലി പ്രാർത്ഥിക്കുന്ന ഒരവസ്ഥയിലേക്ക് വരണമെങ്കിൽ ആദ്യമേ നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ് ഒരു സമയം കണ്ടെത്താൻ. അതുകൊണ്ട് ഞാൻ ചെയ്തൊരു മാർഗം ഞാൻ പറയാം. ഞാൻ രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് 15 മിനിറ്റ് പ്രാർത്ഥിക്കും എന്ന് തീരുമാനിച്ചു. അതുകൊണ്ട് എന്തായാലും കട്ടിലിൽ കിടന്നാൽ ഒരു അരമണിക്കൂർ ഉരുണ്ട് മറിഞ്ഞിട്ടാണ് ഞാൻ ഉറങ്ങുക. അത് കാരണം ഞാൻ തീരുമാനിച്ച് അരമണിക്കൂറിനകത്ത് എന്തായാലും ഒരു 15 മിനിറ്റ് പ്രാർത്ഥിച്ചേക്കാം. അങ്ങനെ ഞാൻ 15 മിനിറ്റ് ഒരു ജപമാല ചൊല്ലും, എന്നിട്ട് ഉറങ്ങും. എൻ്റെ മാതാവ് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത് രസകരമായ, മാതാവിൻ്റെ കൈ പിടിച്ചാണ് ഞാൻ മണിക്കൂറുകൾ പ്രാർത്ഥിക്കാൻ പഠിച്ചത്. അങ്ങനെ ഒരുപാട് മാസം പിന്നിട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കൊരു ആഗ്രഹം, ഒരു കൊന്ത കൂടെ ചൊല്ലിയാലോ. അങ്ങനെ ഞാൻ ഉറങ്ങുമ്പോൾ അടുത്ത കൊന്ത ചൊല്ലി. കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരാഗ്രഹം, ഒരു കൊന്ത കൂടെ ചൊല്ലിയാലോ. അങ്ങനെ ഞാൻ ഒരു കൊന്ത, അങ്ങനെ 4 കൊന്ത ചൊല്ലിയിട്ട് ഉറങ്ങുന്ന രീതിയിലേക്ക് എൻ്റെ ഉറക്കം വന്നു. ഞാൻ എപ്പോൾ കിടന്നാലും കൊന്ത ചൊല്ലി കിടക്കുന്നോ 5 മിനിറ്റിനുള്ളിൽ ഞാൻ ഉറങ്ങിപ്പോകാനും തുടങ്ങി. ഏറ്റവും നല്ല ഉറക്കം. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഫ്രഷ് ആകാൻ തുടങ്ങി. പതുക്കെ ചെയ്താൽ മതി. പക്ഷേ അങ്ങനെ ഉറക്കുന്നതിന് മുമ്പ്, ഉറക്കത്തിലേക്ക് പോകുന്നതിന് 1 മണിക്കൂർ എന്ന് പറഞ്ഞ് ഞാൻ തുടങ്ങിയത്, പിന്നെ ഉണർന്നിരിക്കുമ്പോഴും ചെയ്യുന്നതിനുള്ള ഒരു ആവേശം, നടക്കുമ്പോൾ ചെയ്യാനുള്ള ഒരു ആവേശം ദൈവം എനിക്ക് തന്നു. ജപമാല, പിന്നെ സ്തുതി ആരാധന, പ്രാർത്ഥനകൾ, മെഡിറ്റേഷൻ, കർത്താവിൻ്റെ വചനധ്യാനം, ഇങ്ങനെ പല പല അഭ്യാസങ്ങളിലേക്ക് മാറി. ഒരുപാട് ഗുരുക്കന്മാരിലൂടെ കർത്താവ് എങ്ങനെയൊക്കെ പ്രാർത്ഥിക്കാമെന്ന് എന്നെ പഠിപ്പിച്ചു. പ്രാർത്ഥനയുടെ അനുഭവ തലങ്ങളിലേക്ക് വന്നു. ഇംഗ്ലണ്ടിൽ വെച്ച് ഞാൻ പരിചയപ്പെട്ട, ഇപ്പോൾ സിംഗപ്പൂരിലുള്ള ഒരു ഡോക്ടറുണ്ട്, ഡോക്ടർ ജൂലിയോ ആൻഡ് ഡോക്ടർ അഞ്ജു. ചേച്ചിയുടെ പേര് അതാണെന്നാണ് എൻ്റെ ഓർമ്മ. ചേച്ചിയും ഈ ചേട്ടനും ഞങ്ങൾ അവിടെ ആയിരിക്കുന്ന സമയത്ത് അവർ 2 പേരും ചെയ്ത ഒരു വലിയ സാക്ഷ്യമാണ്. അവർക്ക് ഒരുപാട് മക്കളുള്ള വലിയൊരു കുടുംബമാണ്. ഈ കുടുംബത്തിൽ ചേട്ടൻ പേഴ്സണൽ പ്രെയറിന് വേണ്ടി മുറിക്കുള്ളിൽ പോകുമ്പോൾ ചേച്ചി മക്കളെ മുഴുവൻ പുറത്ത് നോക്കും, ഇവർ ശല്യപ്പെടുത്താതിരിക്കുക. എന്നിട്ട് ചേച്ചി പ്രാർത്ഥിക്കാൻ വേണ്ടി റൂമിൽ പോകുന്ന സമയത്ത് ജൂലിയോ ചേട്ടൻ മക്കളെ നോക്കും. പ്രിയമുള്ളവരെ, ഇങ്ങനെ എല്ലാ ദിവസവും ഈ 2 പേർക്കും ക്വാളിറ്റിയായി 1 മണിക്കൂർ ദൈവസന്നിധിയിൽ ഒറ്റയ്ക്കിരിക്കാൻ സാധിക്കുന്നതിന് വേണ്ടി അവർ പരസ്പരം കുഞ്ഞുങ്ങളെ നോക്കുന്ന മനോഹരമായൊരു കാഴ്ച, ഒരു പ്രചോദനം ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. പ്രിയമുള്ളവർ, ഇങ്ങനെയൊക്കെയുള്ള വ്യക്തികൾ ഈ ലോകത്ത് ജീവിക്കുന്നുണ്ട്. ഡോക്ടറാണ്, വളരെ തിരക്കുള്ള മനുഷ്യനാണ്, പക്ഷേ അദ്ദേഹം പോലും വ്യക്തിപരമായി ജീവിക്കുന്നു, വ്യക്തിപരമായി പ്രാർത്ഥിക്കുന്നു. എനിക്കറിയാവുന്ന മറ്റനേകം ഡോക്ടർമാരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു വചനപ്രഘോഷകനായ ഡോക്ടർ അപ്പു സിറിയക്ക് എന്ന് പറയുന്ന ഡോക്ടറിനെ കണ്ടാണ് ഞങ്ങൾ ആലപ്പുഴയിൽ വളർന്നു വന്നത്. പ്രിയമുള്ളവരെ, അദ്ദേഹം വളരെ തിരക്കുള്ള സമയത്തും പ്രാർത്ഥിക്കാൻ മടിയില്ലാത്തൊരു മനുഷ്യനായിരുന്നു. വ്യക്തിപരമായ പ്രാർത്ഥനയുള്ള, ആരാധനയിൽ പോയിരിക്കുന്ന, പ്രാർത്ഥിക്കാൻ പോയിരിക്കുന്ന ഒരാളായിരുന്നു. പ്രിയമുള്ളവരെ, ഞാൻ കണ്ടിട്ടുള്ള അനേകം പ്രൊഫഷണൽസ്, ഞാൻ കണ്ടിട്ടുള്ള വളരെ തിരക്കുള്ള അനേകം മനുഷ്യർ ഒരുപാട് മണിക്കൂർ പ്രാർത്ഥിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇവരൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ ഇവർ ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളൊരു രഹസ്യം എന്താണെന്ന് അറിയാമോ? പ്രാർത്ഥിക്കുന്നതിലൂടെ ജോലിയുടെ ഭാരം കർത്താവ് ലഘൂകരിക്കുന്നുവെന്നാണ്. പ്രാർത്ഥിക്കുമ്പോൾ ജോലി, പ്രാർത്ഥനയില്ലാതെ ചെയ്യുന്ന ജോലി പ്രാർത്ഥിച്ച് ചെയ്യുമ്പോൾ ആ പ്രാർത്ഥനയില്ലാതെ ചെയ്യുന്നതിൻ്റെ പകുതി സമയം കൊണ്ടും 4/1 സമയം കൊണ്ടും ദൈവം തീർത്തു കൊടുക്കുന്നു എന്നാണ്. പ്രിയമുള്ളവരെ, പ്രാർത്ഥന ഒരു ശക്തിയാണ്. മദർ തെരേസ മണിക്കൂറുകൾ പ്രാർത്ഥിച്ചെങ്കിൽ, എല്ലാ വിശുദ്ധരും തിരക്കുള്ളവരായിരുന്നെങ്കിലും അവരൊക്കെ മണിക്കൂറുകൾ പ്രാർത്ഥിച്ചെങ്കിൽ, അന്തോനീസ് പുണ്യവാളൻ പ്രാർത്ഥിച്ചെങ്കിൽ, ഈ വൈദികരായിരുന്നവരും വൈദികരല്ലാത്തവരായിരുന്നവരും കന്യാസ്ത്രീകളായിരുന്നവരും അല്ലാതിരുന്നവരുമായ ഒരുപാട് വിശുദ്ധന്മാർ സഭയിലുണ്ട്. ഇവരുടെയൊക്കെ ജീവിത സഭ നമുക്ക് കാണിച്ചു തരുന്നത് അവരെപ്പോലെ കണ്ടു പഠിക്കാനാണ്. അവരുടെ എല്ലാം ജീവിതത്തിൽ അവർ ഒരുപാട് പ്രാർത്ഥിക്കുന്നവരായി കാണപ്പെട്ടെങ്കിൽ നമുക്കും ഒഴിവ് കഴിവില്ല, അവരെ അനുകരിക്കണം. സത്യത്തിൽ പ്രാർത്ഥന ഒരു ഹരമാണ്. നമുക്ക് ഈ സമയം കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഈ ശരീരം പലപ്പോഴും പ്രാർത്ഥിക്കുന്നതിൽ നിന്ന് ഞങ്ങളെ പുറകോട്ട് കൊണ്ടുപോകുന്നു. ഞങ്ങൾ കേട്ടിട്ടുള്ള പലതരത്തിലുള്ള തത്വശാസ്ത്രങ്ങളും ചിന്തകളും എന്തിനാണ് ഒരുപാട് പ്രാർത്ഥിക്കുന്നതെന്ന ചോദ്യത്തിലേക്ക് ഞങ്ങളെ നയിക്കുന്നു. എന്നാൽ കത്തോലിക്ക സഭ കാണിച്ചു തരുന്ന വിശുദ്ധരുടെ ജീവിതത്തിൽ അവർ ഏത് ജീവിതാന്തസ്സിലുള്ളവരായിരുന്നെങ്കിലും ഒരുപാട് പ്രാർത്ഥിക്കുന്നവരായി കാണപ്പെട്ടുവല്ലോ. അത് അനുകരിക്കുവാനാണല്ലോ സഭയും ബൈബിളും ഞങ്ങളോട് പറയുന്നത്. പൗലോസ്ലീഹായും അതുതന്നെയാണല്ലോ ഞങ്ങളോട് പറയുന്നത്. വിശുദ്ധർ യേശുവിനെ അനുകരിച്ചതുപോലെ ഞങ്ങൾ അനുകരിക്കണമെന്ന്. കർത്താവേ,
വ്യക്തമായ ഒരു ചിട്ടയായ പരിശീലനത്തോടു കൂടെ ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാർത്ഥന എന്ന പുണ്യത്തിൽ വളരുവാനുള്ള വലിയൊരു അഭിഷേകം ഞങ്ങൾക്ക് തരണമേ. ഈ സമയം കർത്താവിൻ്റെ വലിയ കൃപ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന സകല മനുഷ്യരിലേക്കും കടന്നു വന്നുകൊണ്ട് പ്രാർത്ഥിക്കുവാനുള്ള സകല മടിയും ബന്ധനവും ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിലും തിരുസഭയുടെ എല്ലാ ശുശ്രൂഷകളിൽ നിന്ന് ഒഴുകുന്നതായിട്ടുള്ള ശക്തിയിലും വിട്ടുപോകട്ടെ എന്നും ബന്ധനങ്ങൾ അഴിഞ്ഞ് സ്വതന്ത്രരായി പ്രാർത്ഥിക്കുവാനുള്ള കൃപയാൽ നിറയട്ടെ എന്നും ഈ സമയം പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.